ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു വയനയിലെ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 ഭാഗം റൈസ് വേവിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് സവാള, ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കോളിഫ്ലവർ, ബീൻസ്, ക്യാപ്സിക്കം ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ കുറച്ച് നട്ട്സ് വറുത്ത് കോരി എടുക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാളയും ഒരു ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റും ക്യാബേജും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിയില കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മിക്സിങ്ങിലാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഈ പെപ്പറും ലെമൺ ജ്യൂസും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ പ്രത്യേകം കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുക്കുംബർ സലാഡും നാരങ്ങ അച്ചാറും കൂട്ടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.